വഴക്കിടാതെ നഷ്ടപ്പെട്ടു പോയൊരു സുഹൃത്ത്, അങ്ങനെ ഒരാൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലില്ലേ? അമ്മേ, കൂട്ടുകാരെ എപ്പോഴെങ്കിലും വഴക്കിട്ട് പിരിയോ? ചിലപ്പോഴൊക്കെ അങ്ങനെയുണ്ടാകും. പക്ഷെ അതവർ വേണമെന്ന് വെച്ചിട്ടല്ല. അവരുടെ ഇടയിലെ മൗനമാണ് അതിന് കാരണം. കുഞ്ഞിക്ക് ഞാനൊരു പഴയ കഥ പറഞ്ഞു തരാം. പണ്ടൊരിക്കൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. അവൻ വളരെ ശക്തനും നീതിമാനും ഒക്കെ ആയിരുന്നു. അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു ശാന്ത സ്വഭാവമുള്ള കാളയായിരുന്നു. എപ്പോഴും അവർ ഒരുമിച്ചായിരുന്നു. എന്തു കാര്യത്തിനും അവർക്ക് ഒറ്റ മനസ്സായിരുന്നു. പക്ഷേ ഇതെല്ലാം ഒരു കുറുനരി ശ്രദ്ധിക്കുന്നുണ്ടായി. അവൻ ആ സൗഹൃദം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ രഹസ്യമായി സിംഹത്തിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇന്ന് നിന്റെ സുഹൃത്ത് നിന്നോട് എന്തോ അകൽച്ച കാണിച്ചില്ലേ? അവൻ മിണ്ടാതെ നിന്നത് നീ ശ്രദ്ധിച്ചോ? അവൻ ഇപ്പോഴും നിന്നെ വിശ്വാസമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊന്നും സിംഹം മറുപടി പറഞ്ഞില്ല. ഇതേ ചോദ്യം ആ കുറുനരി കാളയോടും ചോദിച്ചു. അവിടെയും മൗനമായിരുന്നു. അങ്ങനെ സിംഹം കാളയോട് അകലം പാലിക്കാൻ തുടങ്ങി. തിരിച്ചു സംസാരിക്കാൻ കാളയ്ക്കും അഭിമാനക്കുറവ് തോന്നി. അങ്ങനെ അവർ തമ്മിൽ അകൽച്ചയായി. ദിവസങ്ങളും കാലങ്ങളും കടന്നുപോയി. അതുപോലെ അവരുടെ സൗഹൃദവും അവസാനിച്ചു. പിന്നീടാണ് സിംഹത്തിന് മനസ്സിലായത്, അവന്റെ സുഹൃത്തിനെ അവനിൽ നിന്ന് അകറ്റിയത് കോപമോ വൈരാഗ്യമോ ഒന്നുമല്ല, മൗനം കൊണ്ടാണ്. കുഞ്ഞി, നിന്റെ കൂട്ടുകാരോട് എന്തെങ്കിലും വഴക്കുണ്ടായാൽ നീ എന്തു ചെയ്യും? ഞാൻ എന്റെ ഫ്രണ്ടിനോട് തുറന്ന് സംസാരിക്കും, മിണ്ടാതെ ഇരിക്കൊന്നുമില്ല. ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ റീൽ ഷെയർ ചെയ്യൂ. എന്നിട്ട് കുഞ്ഞി പറഞ്ഞ പോലെ അവരോട് സംസാരിക്കൂ. നഷ്ടപ്പെട്ട സൗഹൃദങ്ങളുടെ ലിസ്റ്റിൽ അങ്ങനെയുള്ളവർ വരാതിരിക്കട്ടെ.